بسم الله الرحمن الرحيم يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം കെടുത്തിക്കളയാമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അള്ളാഹുവാകട്ടെ തന്റെ പ്രകാശം പൂർണ്ണമാക്കാതെ സമ്മതിക്കയില്ല. സത്യനിഷേധികൾക്ക് അത് അനിഷ്ടകരമായാലും. അവനാണ് സന്മാർഗവും സത്യമതവുമായി തന്റെ ദൂതനെ അയച്ചവൻ. എല്ലാ മതത്തെയും അത് അതിജയിക്കുന്നതാകാൻ വേണ്ടി ബഹുദൈവ വിശ്വാസികൾക്ക് അത് അനിഷ്ടകരമായാലും ശരി. സാഡിസം മനഃശാസ്ത്രപരമായ രോഗമാണ്. മറ്റുള്ളവരുടെ വേദന കണ്ട് ആനന്ദിക്കുന്ന രോഗം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരാണ് പ്രവാചകൻ? ആരാണ് ഈ നാലാംകിട പത്രാധിപർ? ജനങ്ങളുടെ വികാരങ്ങൾ വെറുതെ അവരീക്കിളിപ്പെടുത്തി കാശുണ്ടാക്കുന്ന ഈ നാലാംകിട പത്രാധിപർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമ, സകല ജന്തുജീവജാലങ്ങൾക്കും കാരുണ്യമായി അയക്കപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ച, ജീവിതം മുഴുവനും രേഖപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ജീവിതം എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ദർശനങ്ങളുടെ വക്താക്കൾക്ക് ഇതാ ആ ജീവിതത്തെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു, ആ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തുമില്ല, നിങ്ങൾക്ക് ആ ജീവിതത്തിന്റെ ഏത് വശം എടുത്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയുമെന്ന് പറയാൻ സ്ഥൈര്യമുള്ള ഏതെങ്കിലും ദർശനങ്ങളുടെ മക്കളുടെ മാതാവായ ഖദീജ റളിയല്ലാഹു അൻഹയെ തന്റെ ഇണയായി സ്വീകരിക്കുന്നു. വിധവയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ 4 അനാഥ മക്കളുടെ സംരക്ഷണ ചുമതലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നു. ഇത്തരത്തിലുള്ള നടപടിക്രമം സ്വീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പുഴുക്കുത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ആളുകളുടെ മനസ്സുകൾ എന്തുമാത്രം വികൃതമാണ്, എന്തുമാത്രം പുഴുവരിച്ച മലിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരുമിച്ചുകൂടി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വളരെ ഗൗരവത്തോടുകൂടെയുള്ള ഒരാരോപണത്തെ ഇത്രയും വിവേകത്തോടുകൂടെ ചർച്ച ചെയ്ത ഈ പ്രവണത, ഇതൊരിക്കലും ശത്രു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഇതല്ല അവർ സ്വാഭാവികമായും സ്വപ്നം കാണുന്നത്. അങ്ങാടികളിൽ കടന്ന്, കവലകളിൽ കടന്നു വന്ന് കൈകളിൽ കല്ലെടുത്ത് അക്രമം കാണിക്കുന്ന പ്രവണത, അത് ശത്രു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ പ്രതികരിക്കണം, ആ രൂപത്തിൽ പ്രതികരിക്കുന്നവരായി നമ്മൾ മാറണം എന്ന് ശത്രു ചിന്തിക്കുന്നത് തീർച്ചയായും ഇസ്ലാമിന്റെ എതിരാളികൾ ആ രൂപത്തിൽ അജണ്ടകൾ തയ്യാറാക്കുന്നത് ഇസ്ലാമിനെ തമസ്കരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തമസ്കരിക്കാനും വേണ്ടി. നിങ്ങളുടെ മാതാക്കളെക്കാൾ പിതാക്കളെക്കാൾ നിങ്ങൾ നഷ്ടം നേടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാളെല്ലാം ഉപരിയായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, പടച്ചു തമ്പുരാന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമെന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലൂടെ അറിയിച്ചിട്ടുള്ളത്. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق
ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാർ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ജനകീയ സംവാദത്തിന് സാക്ഷികളാവുകയാണ് നാം ഓരോരുത്തരും. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു ജനകീയ സംവാദം എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സർവോപരി മോക്ഷത്തിൻ്റെ ആദർശവുമായി കടന്നു വന്ന കാരുണ്യത്തിൻ്റെ നിറകുടമായ പ്രവാചകമുത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാപ്രവാചകനെ ലോക മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ, സ്വന്തം ജീവനേക്കാളേറെ പ്രവാചകനെ സ്നേഹിക്കുക എന്നത്, പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായി ലോക മുസ്ലിങ്ങൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമയം. ഈ സമയത്ത് മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനോരോഗിയും സ്ത്രീലമ്പടനും രക്തദാഹിയുമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫിലിം നമുക്കിടയിൽ ഏറെ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലൂടെ 14 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ട്രെയിലർ, അതിലൂടെ ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ മനസ്സുകളെ കുത്തിനോവിപ്പിക്കുന്ന ക്രൂരമായ ചിത്രീകരണങ്ങളാണ് അതിലെ ഓരോ നിമിഷങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമെന്നോണം സ്വാഭാവികമായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, വിവിധ രാഷ്ട്രങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും കേവലമായ വൈകാരിക തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി പോവുകയും എല്ലാ അർത്ഥത്തിലുമുള്ള സായുധ പ്രതികരണങ്ങളിലേക്ക്, പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതൊരു സത്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ അനുപമമായ മാതൃകയുണ്ട് എന്ന തിരിച്ചറിവും ബോധവും ബോധ്യവുമുള്ള ഒരു മുസ്ലിം പ്രവാചകമുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹ മധ്യത്തിൽ ഇത്തരത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയും വളരെ മോശമായി വികൃതവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു മുഅ്മിൻ സ്വീകരിക്കേണ്ട സമീപനം എന്താവണം, എന്തായിരിക്കണം? ആ രംഗത്തൊരു മുസ്ലിമിന്റെ പ്രതിഷേധം, ഒരു മുസ്ലിമിന്റെ പ്രതികരണം എങ്ങനെയാകണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ മാതൃകയുണ്ട്. കേവലം വാളും വടിവാളും AK-47 ബോംബും സ്വീകരിച്ചുകൊണ്ട് തെരുവുകളിൽ എല്ലാ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾക്കും തിരികൊളുത്തിക്കൊണ്ട് ആളുകളുടെ നെഞ്ചകം പിളർത്തിക്കൊണ്ടാണോ യഥാർത്ഥത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകേണ്ടത്? അതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ ലോകത്തിന്റെ മുന്നിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രവാചക ജീവിതത്തിൽ ലോകത്തിന്റെ മുന്നിൽ തുറന്ന പുസ്തകമായി പരിചയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ച് പകർത്തി ലോകത്തിന്റെ മുന്നിൽ പകർന്നുകൊണ്ടാകണം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്ത് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലാണ് യഥാർത്ഥത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഇത്തരം സംരംഭങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തുമാകാം എങ്ങനെയുമാകാം എന്നൊരു അർത്ഥതലങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുമ്പോൾ
പ്രത്യേകിച്ച് കേരളത്തിലെ മതേതരത്വത്തിന്, ഇന്ത്യ മഹാരാജ്യത്തിലെ മതേതരത്വത്തിന് അതിൻ്റെ ചങ്കിൽ കത്തിവെക്കുന്ന ഇത്തരം വിധ്വംസക പ്രകടനങ്ങളും പ്രതികരണങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ മലയാള മണ്ണിൽ തന്നെ ചിൻവാദ് പാലം എന്ന പുസ്തകവും അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ എഴുതിക്കൊണ്ടുള്ള കാരിക്കേച്ചറുകളും കാർട്ടൂണുകളെല്ലാം ഏറെ കോളിളക്കം സൃഷ്ടിച്ചപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ മനസ്സുകളെ അവയെല്ലാം കുത്തി നോവിച്ചപ്പോൾ ആ രംഗത്തൊരു മുസ്ലിമിന്റെ സമീപനം എന്താകണമെന്ന് കേരളത്തിൽ ഉടനീളം വിവിധ കോണുകളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതൻ എന്ന ശ്രദ്ധേയമായ ആശയത്തെ മലയാളി സമൂഹത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയ ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ ടാഗോർ ഹാളിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കെല്ലാം നിങ്ങളിൽ പലരും സാക്ഷികളായിട്ടുണ്ടാകും. ഇവിടെ യൂട്യൂബിലൂടെ ഇന്നും ആളുകളുടെ മനസ്സുകളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മനഃപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹ മധ്യത്തിൽ ഇകഴ്ത്തുവാനും കരിവാരിത്തേക്കുവാനുമുള്ള ഇത്തരം ക്രൂരവും വികൃതവുമായ നടപടിക്രമങ്ങൾ തീർച്ചയായും മുസ്ലിങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിഷേധിക്കേണ്ടതുണ്ട്. ആ പ്രതികരണവും പ്രതിഷേധവും എങ്ങനെയാകണം? കേവലമായ വൈകാരിക പ്രകടനങ്ങളിലേക്ക് പോയി ആയുധങ്ങൾ സായുധ നടപടിക്രമങ്ങളിലേക്ക് പോയി ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്തൊന്നാണോ മുസ്ലിങ്ങളിൽ നിന്ന് ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് കാലെടുത്തു വെക്കാതെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ കാലെടുത്തു വെക്കാതെ സൃഷ്ടിപരമായി പക്വതയോടെ പാകതയോടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സമാധാനത്തോടെ വിവേകത്തോടെ വിചാരപരമായി കാര്യങ്ങൾ നോക്കിക്കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുക എന്ന തിരിച്ചറിവിന്റെ ബോധ്യത്തിന്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത്, നബി നിന്ന സിനിമ, നമുക്ക് പ്രതിഷേധിക്കുക, ജനകീയ സംവാദം എന്ന ഈ പ്രത്യേകമായ തലക്കെട്ടിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ പല സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഏതർത്ഥത്തിലുള്ള വിമർശനങ്ങളാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് തുറന്നു ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഏതർത്ഥത്തിലുള്ള ശക്തമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്നു ചോദിക്കാനും തുറന്ന് ചർച്ച ചെയ്യുവാനുമുള്ള ഒരു തുറന്ന വേദി നിങ്ങൾക്കായി നമുക്കായി ഇവിടെ ഒരുക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രോഗ്രാം വളരെ ഗൗരവത്തോടെ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണമെന്നും ഇതിൻ്റെ ആദ്യാവസാനം ഈ പ്രോഗ്രാമിൽ സാക്ഷികളാകണമെന്നും ഇതിൻ്റെ പ്രഥമ ഭാഗമെന്നോണമുള്ള ഇതിൻ്റെ വിഷയാവതരണം ശ്രദ്ധിച്ച് കേൾക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ആ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അത് പ്രവാചകന്റെ വൈയക്തിക കുടുംബ ദാമ്പത്യ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ഭരണ മേഖലകളാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ A to Z മേഖലകളുമായി ബന്ധപ്പെട്ട് ഏതർത്ഥത്തിലുള്ള വിമർശനങ്ങളും ഏതർത്ഥത്തിലുള്ള സംശയങ്ങളും ഉണ്ടെങ്കിലും തുറന്നു ചോദിക്കുവാനുള്ള ഒരു തുറന്ന അവസരം ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ നിച്ച് ഓഫ് ട്രൂത്ത്. അതുകൊണ്ട് തന്നെ ഈ തുറന്ന അവസരത്തെ തുറന്ന മനസ്സുമായി നോക്കിക്കാണണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഈ വിഷയം അല്ലെങ്കിൽ ഈ രംഗത്ത് യഥാർത്ഥ മുസ്ലിം എന്തൊരു നിലപാട് സ്വീകരിക്കണം, മുസ്ലിങ്ങളുടെ നിലപാട് എന്താകണം, യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എകഴ്ത്തുവാനുള്ള ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മറിച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശുദ്ധ ഏകദൈവാരാധനയുടെ ആശയത്തെ പ്രചരിപ്പിച്ച അന്നു മുതൽ അബൂലഹബ് മുതൽ തുടങ്ങിയ ഈ ശക്തമായ പ്രവാചക നിന്ന നടപടിക്രമങ്ങൾക്ക് അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ വിമർശിക്കപ്പെടുന്നു, എന്തുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, എന്തുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹ മധ്യത്തിൽ ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുനിഷ്ഠമായ ചിന്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് സഹോദരൻ മുസ്തഫ തൻവീർ നിങ്ങളോട് സംസാരിക്കും. ആ വിഷയ വിശദീകരണത്തെ ശ്രദ്ധിച്ച് കേൾക്കുകയും തുടർന്ന്
ഉള്ള സംശയ നിവാരണത്തിന്റെ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണമേ എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് വിഷയം അവതരിപ്പിക്കാൻ മുസ്തഫ തൻവീറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലോകങ്ങളുടെ നാഥൻ, ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും പകർത്താനും ലോകത്തിന്റെ മുന്നിൽ പകർന്നു കൊടുക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഈ സായാഹ്നത്തിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കുകയും മനുഷ്യർക്കൊന്നും സാധ്യമല്ലാത്ത രീതിയിൽ ആ മഹത് വ്യക്തിത്വത്തെ തെറി പറയുകയും ലോകത്തിലെ 1.5 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ വേദനയുടെ കനലുകൾ കോരിയിടുകയും ചെയ്ത നീചമായ ഒരു സിനിമയെ സംബന്ധിച്ചും ആ സിനിമയോട് നാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യം ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയും അതോടൊപ്പം ഇത്തരം സിനിമകളും അവക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പ്രതികരണങ്ങളും പുതിയ ലോകക്രമത്തെ സംബന്ധിച്ച് നമുക്ക് എന്തുതരം സൂചനകളാണ് നൽകുന്നത് എന്നും വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യുന്നതിനും സംവദിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളെല്ലാവരും വായിച്ച് മനസ്സിലാക്കിയതുപോലെ നിക്കോള ബാസ്റ്റിലി നിക്കോള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലതുപക്ഷ ക്രിസ്ത്യൻ തീവ്രവാദിയെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന്, ഉത്തേജകമരുന്ന് പ്രശ്നങ്ങളിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിലും പലതവണ നിയമ നടപടികൾക്ക് വിധേയമായിട്ടുള്ള ഈ വലതുപക്ഷ തീവ്രവാദിയെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലെ ഒരു മിഷനറി സംഘടന നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ്, ആ സിനിമയുടെ പിന്നിൽ ഈ മിഷനറി സംഘടനയല്ല എന്നും മുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ചില ക്രിസ്ത്യൻ സംഘടനകളാണ് എന്നും അതല്ല ജൂതവംശീയവാദികളാണ് എന്നുമെല്ലാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതെന്തായിരുന്നാലും പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വിദ്വേഷമുള്ള ഏതോ ഒരു വലതുപക്ഷ തീവ്രവാദി സംഘടന ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വളരെ വികൃതമായൊരു ചലച്ചിത്രം, ഒരു സിനിമ എന്ന അർത്ഥത്തിൽ സിനിമാ നിരൂപകരെല്ലാവരും വട്ടപൂജ്യമെന്ന് വിലയിരുത്തിയൊരു ചിത്രം, നിർമ്മാണത്തിൻ്റെ മികവായാലും സംവിധാനത്തിൽ കാണിച്ച പാടവമായാലും അഭിനയത്തിൻ്റെ നിലവാരമായാലുമെല്ലാം ഒരു സിനിമക്ക് ആവശ്യം വേണ്ടത് എന്ന് പറയുന്ന നിലവാരമൊന്നുമില്ലാത്ത, ഏതർത്ഥത്തിലും ചലച്ചിത്ര ലോകത്തൊരു ചവറായി വലിച്ചെറിയപ്പെടാൻ മാത്രം അർഹതയുള്ള ഒരു ഫിലിം, ഒരുപക്ഷെ ഈ ഫിലിം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നസെൻസ് ഓഫ് ബിൻ ലാദൻ എന്ന പേരിൽ അമേരിക്കയിൽ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് കാണികളെ കിട്ടാതെ പരാജയപ്പെട്ട, നിലവാരക്കുറവ് കൊണ്ട് കാണികളെ കിട്ടാതെ പരാജയപ്പെട്ടു പോയൊരു ചലച്ചിത്രം. ആ ചലച്ചിത്രത്തിൻ്റെ ട്രെയിലറാണ് ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ചലച്ചിത്രം ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ ലോകങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു ഭീകരവാദിയായിരുന്നു എന്നും അദ്ദേഹം ഒരു യുദ്ധപ്രഭുവായിരുന്നു എന്നും രക്തദാഹിയായിരുന്നു എന്നും അദ്ദേഹത്തിന് പല രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ഒരു വിഡ്ഢിയായിരുന്നു എന്നും പൂർവ്വവേദങ്ങളെ തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്നും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും താന്തോന്നികളും രക്തദാഹികളുമായിരുന്നു എന്നും
അറേബ്യയിൽ 4 നൂറ്റാണ്ട് കാലം രക്തം ചിന്തി കലാപങ്ങൾ ഉണ്ടാക്കിയ ആളുകളെ കടന്നാക്രമിച്ച് സ്വത്തൊരുക്കൂട്ടുകയാണ് ഈ പ്രവാചകനും അനുചരന്മാരും ചെയ്തത് എന്നും ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഭീകരവാദത്തിന്റെ ആശയ സ്രോതസ് പ്രസ്തുത പ്രവാചകന്റെ ജീവിതമാണ് എന്നും സഭ്യതയുടെ എല്ലാ അതിരുകളും ഭേദിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സമർത്ഥിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ചലച്ചിത്രം ശ്രമിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങൾ നമ്മുടെ എല്ലാം ചിന്തയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുവാൻ ആർക്കും അവകാശമില്ല എന്നൊരു വാദം നമുക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും വിമർശിച്ചുകൂടാ എന്നോ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ വസ്തുനിഷ്ഠമായ നിരൂപണങ്ങൾക്കാരും വിധേയമാക്കിക്കൂടാ എന്നോ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തെയോ അദ്ദേഹത്തിന്റെ യുദ്ധ നടപടികളെയോ ആരും പ്രശ്നവൽക്കരിച്ചുകൂടാ എന്നോ ആ രീതിയിൽ പ്രവാചകന്റെ ജീവിതത്തിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആർക്കും അവകാശമില്ല എന്നോ ഉള്ളൊരു വാദം ലോകത്തെ മുസ്ലിങ്ങൾക്ക് ആർക്കുമില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി മാനവ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ചരിത്രത്തിൽ ഉടനീളം അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അകവും പുറവും അതിന്റെ ആഴത്തിലും പരപ്പിലും പരിശോധിക്കുകയും സാധ്യമായ രീതിയിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ ദൗത്യത്തെയും വിമർശിക്കാനും വിശകലനം ചെയ്യാനും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ചലച്ചിത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ രീതിയിലുള്ളൊരു വിമർശനമല്ല. ചരിത്രത്തിൽ യാതൊരു അടിത്തറയുമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില സംഭവങ്ങൾ, ആ സംഭവങ്ങൾ വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ സംസാരിക്കുമ്പോൾ സ്വീകരിക്കുന്ന സഭ്യതയുടെ മാനങ്ങൾ പോലും സ്വീകരിക്കാതെ വളരെ വൃത്തികെട്ട രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. വിമർശനവും തെറിയും മലയാളത്തിൽ തീർത്തും വ്യത്യസ്തമായ 2 ശബ്ദങ്ങളാണ് എന്ന് നമുക്കറിയാം. ആരെയും നമുക്ക് വിമർശിക്കാം, അത് പ്രവാചകനെ എന്നല്ല. എന്നെ നിങ്ങൾക്ക് വിമർശിക്കാം, എനിക്ക് മറ്റുള്ളവരെ വിമർശിക്കാം, ആശയങ്ങളെ വിമർശിക്കാം, ദർശനങ്ങളെ വിമർശിക്കാം, പ്രസ്ഥാനങ്ങളെ വിമർശിക്കാം. പക്ഷേ വിമർശനം എന്ന പേരിൽ ആളുകളെ തെറി പറയുന്ന ഏർപ്പാട്, അത് വിമർശനം എന്ന തലക്കെട്ടിന് കീഴിൽ ചർച്ച ചെയ്യേണ്ട ബുദ്ധിപരമായൊരു പ്രവർത്തനമല്ല എന്നും മറിച്ച് കേവലമായൊരു തോന്നിവാസമാണ് എന്നും സംസ്കാരമുള്ളവരെല്ലാം സമ്മതിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം നമ്മൾ വിടുക. വെറുതെ എന്നെ തെറി പറഞ്ഞാൽ പോലും, എന്നെ ഒരാൾ തെറി പറഞ്ഞാൽ പോലും അത് നിയമപരമായി ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമാണ്. എനിക്ക് മാനനഷ്ടത്തിന് കോടതിയിൽ പോകാം, അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാം, എന്നെ വ്യക്തിഹത്യ ചെയ്തു എന്ന് പരാതി നൽകാം. എന്നെയോ നിങ്ങളെയോ തെറി പറയാൻ പാടില്ലെങ്കിൽ, സാധാരണക്കാരായ മനുഷ്യരെ പോലും തെറി പറയാൻ പാടില്ലെങ്കിൽ, അവരുടെ അഭിമാനത്തെ ഇകഴ്ത്തുന്ന രീതിയിൽ അവരുടെ ജീവിതത്തെ ചിത്രീകരിക്കാൻ പാടില്ലെങ്കിൽ, ലോകത്തെ കോടിക്കണക്കിന് ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും സ്വന്തം ജീവിതത്തിൽ കണിശമായി പിന്തുടരുകയും ചെയ്യുന്ന, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഗതിയെ നിർണായകമായി സ്വാധീനിച്ച മഹാനായൊരു പ്രവാചകനെ, മഹാനായൊരു ചരിത്ര പുരുഷനെ വൃത്തികെട്ട ഭാഷയിൽ തെറി പറയുകയും അഭിശംസിക്കുകയും ചെയ്യുന്നത് അതിന്റെ പേര് വിമർശനമല്ല എന്ന് നമുക്കറിയാം. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്തുകൊണ്ട് ഇത്തരം തെറിവിളികൾ ഉണ്ടാകുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള മഹാനായ ഒരു വ്യക്തിത്വത്തെ കേവലമായ വിമർശനങ്ങൾക്കപ്പുറത്ത് തെറി പറയാൻ, അങ്ങനെ തെറി പറഞ്ഞ് സായുജ്യമടയാൻ ലോകത്തിലെ ഒരു വിഭാഗം ആളുകൾ നിരന്തരമായി സന്നദ്ധമായി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യക്തിയെ, പ്രവാചകനെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ, മതങ്ങളെ വിമർശിക്കുന്ന ബുദ്ധിപരമായ ലോകത്തിന്റെ പാരമ്പര്യത്തിന് അപവാദം എന്ന നിലയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം തെരഞ്ഞെടുത്തുകൊണ്ട് നികൃഷ്ടമായ രീതിയിൽ തെറി പറയുകയും അഭിശംസിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ലോകത്ത് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഇതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ ലോകത്തിന്റെ ചരിത്രത്തെ വിശദമായി പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മാത്രം, പ്രത്യേകിച്ചും അദ്ദേഹം പ്രവാചകനായതിനു ശേഷമുള്ള 23 വർഷക്കാലത്തെ ജീവിതത്തെ വെറുതെ ഒരാവർത്തി വായിച്ചു പോയാൽ തന്നെ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ അദ്ദേഹത്തിന്റെ ശത്രുക്കൾ സന്നദ്ധമാകുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കറിയാം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ചരിത്രത്തിൽ ആദ്യമായി നിന്ദിച്ചതും തെറി പറഞ്ഞതും അദ്ദേഹത്തിന്റെ സ്വന്തം പിതൃവ്യനും അയൽവാസിയും നാട്ടുകാരനുമായിരുന്ന അബൂലഹബാണ്. അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പരസ്യ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന്റെ 1-ാമത്തെ ദിവസം സഫാ കുന്നിന് മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും അദ്ദേഹത്തിന്റെ ഗോത്രക്കാരെയും മക്കയിലെ നാട്ടുകാരെയുമെല്ലാം സഫാ കുന്നിന്റെ താഴ്വരയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രവാചകത്വം പരസ്യമായി പ്രഖ്യാപിച്ച ദിവസം, ഈ മലക്ക് പിന്നിൽ ഇതാ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യം വന്നു നിൽക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് ചോദിച്ച ദിവസം, ആ ദിവസത്തിൽ മക്കക്കാരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു, അതേ മുഹമ്മദ്, തീർച്ചയായും ജീവിതത്തിൽ ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇതുവരെ ഒരു ചതിയും വഞ്ചനയും കാണിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യനെയും അന്യായമായി ദ്രോഹിച്ചിട്ടില്ലാത്ത, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് ഞങ്ങളെല്ലാവരും നിസ്സംശയം അംഗീകരിക്കുന്ന താങ്കൾ ഈ മലക്കപ്പുറത്തൊരു സൈന്യം ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുക തന്നെ ചെയ്യും. അത് പറഞ്ഞ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഞാൻ പടച്ചതമ്പുരാന്റെ പ്രവാചകനാണ് എന്നും എന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നും ആ ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ പരിശ്രമിക്കണമെന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നും ആ ജനസമൂഹത്തോട് പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പിതൃവ്യനായിരുന്ന അബൂലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിനക്ക് നാശം മുഹമ്മദ്, തബ്ബൻ ലക യാ മുഹമ്മദ്, നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അബൂലഹബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിച്ചു എന്ന് നമുക്കറിയാം. ഇത് വലിയ പാഠങ്ങൾ ബാക്കി വെക്കുന്ന ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും ഒരുപാട് തവണ വായിക്കേണ്ട ഒരു അധ്യായമാണ്. എന്തുകൊണ്ടെന്നാൽ അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഉപയോഗിച്ച വാക്കുകൾ നമ്മൾ പരിശോധിക്കണം. അബൂലഹബ് ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ലൈംഗിക വൈകൃതങ്ങൾ ആരോപിച്ചിട്ടില്ല. അബൂലഹബ് ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ രക്തദാഹം ആരോപിച്ചിട്ടില്ല. അബൂലഹബ് ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചന ആരോപിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏതെങ്കിലും തരം കളവുകൾ പറഞ്ഞതായി അബൂലഹബ് ആരോപിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം ആരോപിച്ചിരുന്നെങ്കിൽ അവിടെ തിങ്ങിക്കൂടിയ ആ ജനസാഗരത്തിൽ ഒരാൾ പോലും അബൂലഹബിനെ പിന്തുണക്കാൻ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവരുടെ എല്ലാം മുന്നിൽ തുറന്നു വെക്കപ്പെട്ട സ്ഫടിക സമാനം വിശുദ്ധമായ ഒരു ജീവിതമായിരുന്നു അവർക്ക് പരിചയമുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അബൂലഹബിന് അറിയാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ വ്യക്തിപരമായ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ല എന്ന്, അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം പിതൃവ്യനായ അബൂലഹബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അബൂലഹബ് ചെയ്തത് തെറി പറയുകയാണ്. ശുദ്ധമായ തെറി, ഒരടിസ്ഥാനവും ഇല്ലാത്ത തെറി, യാതൊരു ന്യായീകരണവും ഇല്ലാത്ത തെറി, കേവലമായ ശാപവാക്കുകൾ. ആ ശാപവാക്കുകൾ ഉരുവിട്ടുകൊണ്ട് സായൂജ്യമടയാനാണ് അബൂലഹബ് പരിശ്രമിച്ചത്. ഈ അബൂലഹബ് എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങി എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് മനഃശാസ്ത്രപരമായി. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അബൂലഹബിന് അറിയാമായിരുന്നു. മുഹമ്മദ് പറയുന്നത് സത്യമാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണ്. അത് സത്യമാണ് എന്നതിനപ്പുറം ആ ആദർശം അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ സത്യസന്ധമായി പ്രബോധനം ചെയ്താൽ ജനങ്ങൾ ആ ആദർശത്തിലേക്ക് ആകൃഷ്ടരാകും. ജനങ്ങളെല്ലാവരും ആ ആദർശത്തിന്റെ വക്താക്കളാകും. ആ ആദർശത്തിന്റെ വക്താക്കളാകുന്നതോടുകൂടി മക്കയിലെ ജീർണതകൾ അവസാനിക്കും, മക്കയിലെ തിന്മകൾ അവസാനിക്കും, മക്കയിലെ പേക്കൂത്തുകൾ അവസാനിക്കും, മക്കയിലെ ബഹുദൈവാരാധന അവസാനിക്കും, മക്കയിൽ ധാർമ്മികമായ അടിത്തറയുള്ള ഒരു സമൂഹം സ്ഥാപിക്കപ്പെടും. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടാൽ സ്വാഭാവികമായും തൻ്റെതായ സ്ഥാപിത താല്പര്യങ്ങൾ പലതും അട്ടിമറിക്കപ്പെടും. അത് തടയണമെങ്കിൽ പ്രവാചകന്റെ ആദർശത്തെ പ്രതിരോധിക്കണം. പ്രവാചകന്റെ ആദർശത്തെ പ്രതിരോധിക്കാൻ തനിക്ക് കഴിയില്ല. കാരണം ആ ആദർശം യുക്തിഭദ്രമാണ്, ആ ആദർശം പ്രമാണബദ്ധമാണ്. തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. ആളുകളുടെ മനസ്സിലേക്കാണ് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ കടന്നു കയറുന്നത്. വസ്തുതകൾ മാത്രമാണ് തന്റെ ആദർശമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. അത്തരമൊരു ആദർശത്തെ ക്രിയാത്മകമായ വിമർശനങ്ങളിലൂടെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് 100% ബോധ്യമുണ്ടായിരുന്ന അബൂലഹബ് കേവലമായ തെറി വിളിച്ച്, കേവലമായ ശാപവാക്കുകൾ ഉരുവിട്ട്, കേവലമായി പ്രവാചകനെ അധിക്ഷേപിച്ച് സംതൃപ്തി അടയുകയായിരുന്നു. അത്തരമൊരു തെറിവിളി വഴി
പ്രവാചകന്റെ നേരെ ശാപവാക്കുകൾ ഉതിർക്കുന്നത് വഴി തന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ഈ പുരുഷാരം, ആ പുരുഷാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം പഠിക്കുന്നതിൽ നിന്ന് അവരുടെ മനസ്സ് തെറ്റുകയും അവരുടെ മനസ്സ് പ്രവാചകന് നേരെ താൻ ചൊരിഞ്ഞിരിക്കുന്ന ഈ അധിക്ഷേപത്തിലേക്ക് തിരിയുകയും അങ്ങനെ അവരെല്ലാവരും ഇസ്ലാം പഠനത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലോടുകൂടിയാണ് അബൂലഹബ് ഇത്തരം ശാപവാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ഉരുവിടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കപ്പെടുന്നു, എന്തുകൊണ്ട് തെറി വിളിക്കപ്പെടുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ശത്രുക്കൾ ശാപവാക്കുകൾ ചൊരിയുന്നു? ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം കേവലമായ തെറിവിളികൾ വഴി സായുജ്യമടയാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്തുകൊണ്ട് സന്നദ്ധമാകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അബൂലഹബിന്റെ പ്രവർത്തനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരു കാര്യം അറിയാം, ഇസ്ലാം ഉജ്ജ്വലമായ ഒരു ആദർശമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ഈ ആദർശം സകല വെല്ലുവിളികളെയും അതിജയിച്ച് ലോകത്ത് നിലനിൽക്കാൻ കെൽപ്പുള്ള ഒരു ആദർശമാണ്. ആ ആദർശം ആശയപരമായ സംവാദങ്ങളിലൂടെ, ദൈക്ഷണികമായ വാദപ്രതിവാദങ്ങളിലൂടെ ലോകത്തിലെ മുഴുവൻ ദർശനങ്ങളെയും ആദർശങ്ങളെയും അതിജയിച്ച് സ്വന്തം സത്യത ലോകത്തിന് മുന്നിൽ സമർത്ഥിക്കുവാൻ കെൽപ്പുള്ള ഒരു ആദർശമാണ്. ആ ആദർശത്തോട് നേർക്കുനേരെ സംവാദത്തിന് പോയാൽ, ആ ആദർശത്തിന് നേരെ ക്രിയാത്മകമായ സംവാദങ്ങൾ ഉന്നയിക്കാൻ നിന്നാൽ, ആ ആദർശത്തെ വസ്തുനിഷ്ഠമായി പ്രശ്നവൽക്കരിക്കാൻ മുതിർന്നാൽ, ആ ആദർശത്തിനെതിരെ ക്രിയാത്മകമായ വിമർശനങ്ങൾ മാത്രം ഉന്നയിച്ചാൽ ഒരിക്കലും നമുക്ക് ആ ആദർശത്തെ തകർക്കാൻ കഴിയില്ല. നമുക്കൊരിക്കലും തകർക്കാൻ കഴിയില്ല. ചിന്തിക്കുന്ന ലോകത്തെ സമൂഹം, ചിന്തിക്കുന്ന ആധുനിക സമൂഹം ഇസ്ലാമിനെ നെഞ്ചേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ അതിലുള്ള അസഹിഷ്ണുത തെറി വിളിച്ച് തീർക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണ്. ക്രിസ്തുമതത്തിന്റെ അടിത്തറകളായി പരിചയപ്പെടുത്തപ്പെടുന്ന ആദിപാപ സിദ്ധാന്തത്തെയോ അതുപോലെ കുരിശുഭരണത്തെയോ ത്രിയേക ദൈവസങ്കല്പത്തെയോ കുംഭസാര കൂടുകളെയോ ഒന്നും ആദർശപരമായ സംവാദങ്ങൾ വഴി സ്ഥാപിക്കാൻ കഴിയില്ല എന്നും, പ്രവാചകന്റെ പ്രവാചകത്വത്തെയോ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തെയോ വസ്തുനിഷ്ഠമായി ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നും, ചിന്തിക്കുന്ന ജനങ്ങളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞ ചില ആളുകൾ, അത്തരം തിരിച്ചറിവ് ഒരു മനോരോഗമായി മാറിയ ചില ആളുകൾ, ആ മനോരോഗത്തിന്റെ സ്വാഭാവികമായ ബഹിർസ്ഫുരണം എന്ന നിലക്ക് തെറിവിളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറിവിളിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ആദ്യമായല്ല. ഇവിടെ ഇന്ന് കഴിഞ്ഞ മാസത്തിൽ ഉണ്ടായ തെറിവിളി പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ഈ രീതിയിലുള്ള തേജോപദങ്ങൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കത്തോലിക്ക സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തെറിവിളികൾ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് കത്തോലിക്ക സഭ ഒരു സ്ഥാപനം എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി തെറിവിളിച്ചു എന്നല്ല. അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ വിശ്വസിച്ചിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവർ ചരിത്രത്തിലുടനീളം പ്രവാചകന് നേരെ ഈ രീതിയിൽ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് കത്തോലിക്ക സഭയുടെ അനുയായികളായി നിലകൊണ്ട ചില പ്രത്യേക വ്യക്തികളും ഗ്രൂപ്പുകളും ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഈ രീതിയിലുള്ള തെറിവാക്കുകൾ ഉരുവിടുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അബൂലഹബ് നമുക്ക് നൽകുന്ന അതേ ഉത്തരം തന്നെയാണ്. എന്തുകൊണ്ട് അവർ പ്രവാചകനെ തെറി പറയുന്നു? അവർക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന്. അവർക്കറിയാം കത്തോലിക്ക സഭയുടെ ആശയങ്ങളെ സ്ഥാപിക്കാൻ കഴിയില്ലെന്ന്. അവർക്കറിയാം ക്രിസ്തുവിന്റെ പേരിൽ തങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആദർശങ്ങൾ ക്രിസ്തു പ്രബോധനം ചെയ്തതാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയില്ല എന്ന്. അവരുടെ ഏറ്റവും വലിയ തലവേദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യേശു ക്രിസ്തുവിന്റെ പേരിൽ സംസാരിക്കുന്നതായിരുന്നു. യേശുവിന്റെ മേൽവിലാസത്തിലാണ് സഭയും പൗരോഹിത്യവും കുംഭസാരക്കൂടുകളും ലോകത്തുണ്ടായത്. യേശുവിനെ ദൈവമായി അവതരിപ്പിച്ചുകൊണ്ടാണ് സഭയുടെ പേരിൽ നിരന്തരമായ ചൂഷണങ്ങൾ നടന്നത്. ആ സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ കടന്നു വന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്, ഇല്ല, ലോകത്തിലെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളെ, നിങ്ങൾ യേശുവിന്റെ മതമായി മനസ്സിലാക്കി കൊണ്ട് നടക്കുന്ന ഈ ആശയാവലിക്ക് യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. യേശു ക്രിസ്തു താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല.
യേശുക്രിസ്തു മരിച്ചുപോയ പുണ്യാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു പൗരോഹിത്യം സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു കുംഭസാര കൂടുകൾ ഉണ്ടാക്കിയിട്ടില്ല. യേശുക്രിസ്തു പുണ്യാളന്മാരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടില്ല. യേശുക്രിസ്തു ഒരിക്കലും ദൈവത്തിനും നിങ്ങൾക്കുമിടയിലുള്ള മധ്യസ്ഥന്മാരാണ് പുരോഹിതന്മാർ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ പുരോഹിതന്മാരുടെ മുന്നിലാണ് ഏറ്റുപറയേണ്ടത് എന്ന് ക്രിസ്തു യേശു ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു പഠിപ്പിച്ചത് സർവശക്തനായ ദൈവത്തെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനാണ്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് വരാനിരിക്കുന്ന മഹാപ്രവാചകനിൽ വിശ്വസിക്കാനാണ്. ഈ മഹാപ്രവാചകനാണ് ഞാൻ, യേശു ക്രിസ്തു പ്രവചിച്ച അന്തിമ പ്രവാചകൻ. എന്നിൽ വിശ്വസിക്കുന്നത് വഴിയാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന പ്രഖ്യാപനവുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുന്നത്. ആ കടന്നുവരവാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് അലോസരങ്ങൾ ഉണ്ടാക്കിയത്. തങ്ങൾ സ്വന്തമാക്കി വെച്ച യേശുക്രിസ്തുവിനെ, തങ്ങൾ തടവിലാക്കി വെച്ച യേശുക്രിസ്തുവിനെ വിമോചിപ്പിച്ചുകൊണ്ട് ഇതാ ക്രിസ്തു യേശുവിന്റെ സാക്ഷാൽ സന്ദേശങ്ങളെ ലോകത്തിന് മുന്നിൽ പ്രകാശനം ചെയ്യുന്ന ഒരു വ്യക്തി, ക്രിസ്തു യേശു യഥാർത്ഥത്തിൽ പഠിപ്പിച്ച ആദർശങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു മഹാപ്രവാചകൻ ലോകത്ത് കടന്നു വന്നിരിക്കുന്നു. ആ പ്രവാചകന്റെ ആദർശം ലോകത്ത് പ്രചരിക്കപ്പെട്ടാൽ, ആ പ്രവാചകന്റെ ആദർശം ലോകത്തിൽ സ്വീകാര്യത നേടിക്കഴിഞ്ഞാൽ തങ്ങൾ മതത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങൾ അവസാനിക്കും എന്ന് മനസ്സിലാക്കിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ ദൃഷ്ടരാവുകയായിരുന്നു. നമുക്കറിയാം, CE 741 ഡോക്ടർ ഓഫ് ചർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺ ഓഫ് ഡമാസ്കസ് അദ്ദേഹം കൺസേണിംഗ് ഹെറസീസ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം പിന്നിട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്. ഈ ജോൺ ഓഫ് ഡമാസ്കസ് എന്ന പേരിൽ അറിയപ്പെട്ട ക്രൈസ്തവ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന വ്യക്തിയാണ് എന്നാണ്. അന്തിക്രിസ്തു മുസ്ലിം വ്യവഹാര ഭാഷയിലെ മസീഹു ദജ്ജാലാണ് എന്ന് നമുക്കറിയാം. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിൽ വളരെയധികം വെറുപ്പുണ്ടാക്കുന്ന, വളരെയധികം വെറുപ്പോടുകൂടി മാത്രം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ് മസീഹു ദജ്ജാൽ. അന്ത്യനാളിനോടനുബന്ധിച്ച് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കടന്നു വരുന്ന പടച്ചതമ്പുരാന്റെ ശത്രുവായ ഒരാൾ. ഈ മസീഹു ദജ്ജാലിന്റെ മുൻഗാമിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ആരോപിച്ചുകൊണ്ട് അന്നത്തെ സാധാരണക്കാരായ ക്രൈസ്തവരെ നബി പഠനങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ ഡോക്ടർ ഓഫ് ചർച്ച് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺ ഓഫ് ഡമാസ്കസ് നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. CE 861 ഏകദേശം ജോൺ ഓഫ് ഡമാസ്കസിന്റെ പുസ്തകം പുറത്തു വന്ന ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ സമയത്താണ് അന്നത്തെ പ്രഗത്ഭനായ ക്രൈസ്തവ പണ്ഡിതൻ അൽവോറോസ് പൗലോസ് എന്ന് പറയുന്ന കൊർദോവക്കാരനായ ക്രൈസ്തവ പണ്ഡിതൻ, ആ ക്രൈസ്തവ പണ്ഡിതൻ അന്ന് അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയല്ല, മറിച്ച് അന്ത്യക്രിസ്തു തന്നെയാണ് എന്നാണ്. മസീഹു ദജ്ജാലിന് വഴിയൊരുക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറിച്ച് മസീഹു ദജ്ജാൽ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രഖ്യാപിക്കുവാൻ അദ്ദേഹം സന്നദ്ധനായി. ഈ പ്രസ്താവനകൾ ക്രൈസ്തവ ലോകത്ത് ദൂരവ്യാപകമായ ആഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. മുസ്ലിങ്ങളുമായി നേർക്കുനേരെ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ പലപ്പോഴും അവസരങ്ങളില്ലാതിരുന്ന ക്രൈസ്തവ ലോകത്ത്, പ്രത്യേകിച്ചും മധ്യകാല ക്രൈസ്തവ ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹു ദജ്ജാലാണ് എന്ന തെറ്റുധാരണ വളരെ വ്യാപകമായി നിലനിന്നു. യേശുക്രിസ്തുവിന്റെ ശത്രുവായി കടന്നു വന്ന അന്ത്യക്രിസ്തുവാണ് മുഹമ്മദ് നബി എന്ന തെറ്റുധാരണ. യഥാർത്ഥത്തിൽ ക്രിസ്തു യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന യേശുക്രിസ്തുവിന്റെ പിൻഗാമിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വസ്തുത വളരെ സമർത്ഥമായി അവരുടെ മുമ്പിൽ നിന്ന് തമസ്കരിക്കപ്പെട്ടു. ഇവിടെ ഇതിന് ശേഷമാണ് കുരിശി യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. 1095 അന്നത്തെ പോപ്പ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഫലമെന്ന നിലക്ക് 2 നൂറ്റാണ്ടോളം കാലം മുസ്ലിം നാടുകളിൽ കടന്നു വന്നുകൊണ്ട് അന്നത്തെ പോപ്പിന്റെ ഉത്തരവനുസരിച്ച് ക്രിസ്ത്യൻ പടയാളികൾ ചോര ചിന്തിയ കാപാലികത്വമാണ് കുരിശി യുദ്ധങ്ങൾ എന്ന് നമുക്കറിയാം. തീർച്ചയായും അതിന് മതപരമായ പ്രചോദനങ്ങളെക്കാളേറെ അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ രാഷ്ട്രീയമായ ഒരുപാട് താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്തായിരുന്നാലും മുസ്ലിം നാടുകളിലേക്ക് കടന്നു വരാൻ വേണ്ടി അന്നത്തെ ക്രിസ്ത്യൻ പടയാളികളെ സന്നദ്ധമാക്കാൻ വേണ്ടി അന്നത്തെ ഈ കുരിശു യുദ്ധത്തിന്റെ സമയത്ത് നടത്തപ്പെട്ട പ്രസംഗങ്ങൾ, ക്രൈസ്തവ ലോകത്ത് നടന്ന പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിൽ പലപ്പോഴും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തെറി വിളിക്കപ്പെട്ടു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വിഗ്രഹാരാധന പഠിപ്പിച്ച, സ്വയം ദൈവമായി അവകാശപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശത്രുവായ, വൃത്തികെട്ട, ദൈവനിന്ദകനായ ഒരാളാണ് എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ക്രൈസ്തവ ലോകത്ത് കൊടുമ്പിരി കൊണ്ടു.
ഇവിടെയും വസ്തുനിഷ്ഠമായ ഏതെങ്കിലും ചരിത്ര രേഖകൾ ഉദ്ധരിക്കുന്നതിന് പകരം വളരെ വൈകാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ട് മൂടാനുള്ള പരിശ്രമങ്ങളാണ് അന്നത്തെ ഈ രീതിയിലുള്ള മതപ്രഭാഷകർ നിർവഹിച്ചത്. കുരിശ് യുദ്ധങ്ങളുടെ കാലത്ത് അന്ന് യുദ്ധം കൊഴുപ്പിക്കാൻ വേണ്ടി നടത്തപ്പെട്ട ഈ പ്രസംഗങ്ങൾ യൂറോപ്പിൽ എത്ര കാലം സ്വാധീനമുണ്ടാക്കി എന്ന് പരിശോധിക്കുമ്പോൾ നാം സ്വയം അത്ഭുതപ്പെട്ടു പോകും. നമുക്കറിയാം, കുരിശ് യുദ്ധങ്ങൾ അവസാനിച്ച ശേഷം 1321 അന്നത്തെ പ്രഗത്ഭനായ യൂറോപ്പിലെ സാഹിത്യകാരന്മാരിൽ ഒരാളായിരുന്ന ഡാന്റെ ഡിവൈൻ കോമഡി എന്ന പുസ്തകം എഴുതി. പാഠപുസ്തകങ്ങളിൽ സാഹിത്യ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നായി നമ്മളെല്ലാവരും കണ്ടു പരിചയിച്ചിട്ടുള്ള പുസ്തകം. ഈ ഡിവൈൻ കോമഡി എന്ന പുസ്തകത്തിൽ ഡാന്റെ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഡാന്റെയുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഡിവൈൻ കോമഡി എന്ന പുസ്തകത്തിലെ സോങ്സ് ഓഫ് റോളണ്ട് എന്ന അധ്യായത്തിൽ ഇൻഫെർണോ എന്നു പേരായ നരകത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനൊപ്പം നഗ്നനായി നരകശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ് ഡാന്റെയുടെ മുഹമ്മദ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഡാന്റെയെ പോലെ പ്രഖ്യാതനായ മതേതര ലോകത്ത് മേൽവിലാസമുള്ള ഒരു സാഹിത്യകാരന് പോലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച മുൻവിധികൾ കുടഞ്ഞെറിയാൻ കഴിയാത്ത വിധം അന്നത്തെ നബിവിരുദ്ധ പ്രസംഗങ്ങൾ യൂറോപ്പിൽ സ്വാധീനമുണ്ടാക്കിയിരുന്നു എന്നാണ്. ഇവിടെ ഡാന്റെയെ പോലുള്ള ഒരു സാഹിത്യകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അലി റളിയല്ലാഹു അൻഹുവിനൊപ്പം നരകത്തിൽ നഗ്നനായി ശിക്ഷയനുഭവിച്ച് കിടക്കുന്നതായി ചിത്രീകരിക്കണമെങ്കിൽ അവരുടെ മനസ്സുകൾക്കകത്തുള്ള നബി ചിത്രം എത്രത്തോളം വികൃതമായിരിക്കും എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. ഇത് കേവലം ഡാന്റെയുടെ മാത്രം പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ 14-ാം നൂറ്റാണ്ടിൽ ഡാന്റെയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് കത്തോലിക്ക സഭയുടെ നെറികേടുകൾക്കെതിരെ പോരാടിക്കൊണ്ട് ക്രൈസ്തവ ലോകത്ത് വലിയ പരിഷ്കരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച, ക്രൈസ്തവ ലോകത്ത് ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ അനീതികളും ചൂഷണങ്ങളും ആദ്യമായി വിശദമായി തുറന്നുകാട്ടിയ ജോൺ വൈക്ലിഫിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. പക്ഷേ ഈ ജോൺ വൈക്ലിഫ് പോലും, കത്തോലിക്ക സഭയെ വിമർശിച്ച ജോൺ വൈക്ലിഫ് പോലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കത്തോലിക്ക സഭ പറഞ്ഞ തെറികൾ അതുപോലെ ഏറ്റെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ, പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ, ആ മാർട്ടിൻ ലൂതർ 16-ാം നൂറ്റാണ്ടുകാരനായ മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയോട് കൊമ്പുകോർത്ത് കലഹിച്ച് കലാപമുണ്ടാക്കി ലോകത്തിൽ ക്രിസ്തുമതത്തിൽ ഒരു പിളർപ്പുണ്ടാക്കി പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ പുതിയൊരു ജനവിഭാഗത്തെ തന്നെ സൃഷ്ടിക്കുവാൻ വിധം ശക്തമായ ആശയ സംവാദങ്ങൾ കത്തോലിക്ക സഭയുമായി നടത്തിയ മാർട്ടിൻ ലൂതർ, ആ മാർട്ടിൻ ലൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എ ഡെവിൾ ആൻഡ് ദി ഫസ്റ്റ് ബോൺ ഓഫ് സാത്താൻ എന്നാണ്. ഒരു പിശാചും ഇബ്ലീസിന്റെ, ശൈത്താന്റെ, ചെകുത്താന്റെ സാക്ഷാൽ സന്തതിയും ഒന്നാമത്തെ സന്തതിയുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മാർട്ടിൻ ലൂതർ സന്നദ്ധനായി. ഇത് ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിന്റെ പ്രേരകമായി വർത്തിച്ച വികാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു തിരിച്ചറിവാണ്. ഇസ്ലാമിനെ ആദർശപരമായി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്, ആശയപരമായ സംവാദങ്ങളിലൂടെ ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ്. അത്തരമൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള തെറിവാക്കുകളിലൂടെ, വികൃതമായ ചിത്രീകരണങ്ങളിലൂടെ, ചരിത്രവുമായി പുലബന്ധം പോലുമില്ലാത്ത ആരോപണങ്ങളിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തോ ഒരു ഭീകര സ്വത്വമായി യൂറോപ്പിലെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ കുടിയിരുത്തി പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്ന കുടിലമായ തന്ത്രം പയറ്റപ്പെട്ടത് ഇത്തരം ഒരു തിരിച്ചറിവിന്റെ സ്വാഭാവികമായ അനന്തര ഫലം എന്ന നിലക്കാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വഴിത്തിരിവുകൾ 18-19 നൂറ്റാണ്ടുകളിൽ ലോക ചരിത്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. 18-19 നൂറ്റാണ്ടുകൾ ലോക ചരിത്രത്തിന്റെ ഗതി നിർണായകമായ രീതിയിൽ വഴിതിരിച്ചു വിട്ട നൂറ്റാണ്ടുകളാണ് എന്ന് നമുക്കറിയാം. ഈ സമയത്താണ് യൂറോപ്പിൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലം എന്ന നിലക്ക് അന്ന് യൂറോപ്പിലുണ്ടായ ഒരു തത്വചിന്താ വിപ്ലവമായിരുന്നു. ഈ തത്വചിന്താ വിപ്ലവത്തിന്റെ ഫലമായാണ് നമ്മൾ ഇന്ന് ആധുനികത എന്ന് വിളിക്കുന്ന ഒരു തരം ചിന്താ രീതി ലോകത്ത് ജന്മമെടുക്കുന്നത്. ലിബറൽ ജനാധിപത്യവും മുതലാളിത്തവും അടക്കം ഇന്നത്തെ ലോകത്തിന്റെ അടിസ്ഥാന ശിലകളായി വർത്തിക്കുന്ന ആശയങ്ങളെല്ലാം, ഈ ആശയങ്ങൾ മുഴുവൻ യഥാർത്ഥത്തിൽ ഫ്രാൻസിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെയും അതിനെ തുടർന്ന് അവിടെയുണ്ടായ എൻലൈറ്റ്മെന്റിന്റെയും സ്വാഭാവികമായ അനുരണനങ്ങൾ എന്ന നിലക്ക് ലോകത്ത് ഉടലെടുത്ത പ്രതിഭാസങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ആധുനിക ലോകത്തിന്റെ അടിസ്ഥാന ശിലകളായി വ്യവഹരിക്കുന്ന ലിബറൽ ജനാധിപത്യവും മുതലാളിത്തവും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച പുതിയ പരികൽപ്പനകളും ദേശരാഷ്ട്രവുമെല്ലാം. ഇവിടെ
ഞാൻ സൂചിപ്പിക്കുന്നത് എൻലൈറ്റ്മെന്റിനോടനുബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാചകനെ തെറി പറയുക എന്ന പ്രവണതക്ക് പുതിയ ചില വകഭേദങ്ങൾ ഉണ്ടായി. ആ വകഭേദങ്ങളുടെ രാഷ്ട്രീയം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 18-19 നൂറ്റാണ്ടുകളിലാണ് കൊളോണിയലിസം ലോകത്തൊരു ശക്തിയാകുന്നത്. കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ അന്നത്തെ യൂറോപ്പിലെ പ്രബല സാമ്രാജ്യത്വ ശക്തികൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തങ്ങളുടെ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിച്ച ചരിത്ര സന്ധിയാണ് കൊളോണിയലിസം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. കൊളോണിയൽ കാലഘട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ഏഷ്യൻ ആഫ്രിക്കൻ നാടുകളിലേക്ക് യൂറോപ്യൻ ശക്തികൾ കടന്നു ചെല്ലുകയും അവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയും ആ ആധിപത്യത്തിന്റെ ഭാഗമായി അവരുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ള ചെയ്യുകയുമെല്ലാം ചെയ്തു എന്ന് നമുക്കറിയാം. ഈ കൊളോണിയലിസത്തിന്റെ കാലഘട്ടത്തിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന യൂറോപ്യൻ ശക്തികൾക്ക് രണ്ടാമതൊരു അജണ്ട കൂടി ഉണ്ടായിരുന്നു. ആ അജണ്ട തങ്ങളുടെ സംസ്കാരം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്ന ഒരു അജണ്ടയായിരുന്നു. കേവലമായ പ്രകൃതി വിഭവങ്ങളുടെ കൊള്ള എന്നതിനപ്പുറത്ത് വെള്ളക്കാരന്റെ യൂറോപ്യന്റെ സംസ്കാരം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എത്തിക്കുക എന്ന വളരെ കൃത്യമായ നിഗൂഢമായ ഒരു അജണ്ട കൊളോണിയൽ ശക്തികൾക്ക് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. വെള്ളക്കാരന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണിത്. യഥാർത്ഥത്തിൽ വെള്ളക്കാരന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യൂറോപ്പിലുണ്ടായ എൻലൈറ്റ്മെന്റിനെ കുറിച്ച് നമുക്കൊരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് കത്തോലിക്ക സഭയോടും പ്രൊട്ടസ്റ്റന്റ് സഭയോടും എല്ലാം കലഹിച്ചുകൊണ്ട് യൂറോപ്പിലുണ്ടായ ഒരു തരം സ്വതന്ത്ര ചിന്തയാണ് എൻലൈറ്റ്മെന്റ് എന്നാണ്. നവോത്ഥാനം എന്നും പ്രബുദ്ധത എന്നും എല്ലാം നമ്മൾ വിളിക്കുന്ന യൂറോപ്പിലുണ്ടായ ആധുനികതാ പ്രസ്ഥാനം, ആ ആധുനികതാ പ്രസ്ഥാനം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി സംസാരിച്ചത്. മനുഷ്യൻ സ്വതന്ത്രനാണ്, അവന് അവകാശങ്ങളുണ്ട്. അവൻ ഏത് ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നവനായാലും അവന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ഇഷ്ടമുള്ളത് പറയാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും മനുഷ്യർക്കുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കപ്പെടണം. എല്ലാ മനുഷ്യരും തുല്യരായി പരിഗണിക്കപ്പെടണം. മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിക്കൂടാ. ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ വേറൊരു മനുഷ്യൻ കവർന്നെടുത്തുകൂടാ. ഈ മനുഷ്യർ എന്ന ഏകകമല്ലാതെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർക്കിടയിൽ വേർതിരിവുകൾ കൽപ്പിച്ചുകൂടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് യൂറോപ്പിൽ പ്രബുദ്ധത, നവോത്ഥാനം എന്നെല്ലാം വിളിക്കപ്പെടുന്ന ചിന്താ പദ്ധതികൾ ഉണ്ടായത്. ഇവിടെ ഈ പറയപ്പെട്ട മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച പുതിയ പരികൽപ്പന യഥാർത്ഥത്തിൽ ഉണ്ടായി വന്നത് മുതലാളിത്തത്തിന്റെ വികാസവുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. മുതലാളിത്തം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തോന്നിയ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ധാരാളമായി നിർമ്മിച്ചു കൂട്ടുകയും അത് ഏത് രീതിയിലും വിപണനം ചെയ്യുകയും ചെയ്ത് ലാഭം വർദ്ധിപ്പിക്കുക എന്ന തത്വശാസ്ത്രമാണ് മുതലാളിത്തത്തിന്റെ അടിത്തറ എന്ന് നമുക്കറിയാം. ഈ മുതലാളിത്തവും യൂറോപ്പിലെ ആധുനികതാവാദവും ചരിത്രത്തിലെ ഒരേ സന്ദർഭത്തിൽ ഇരട്ടപെറ്റ മക്കളെ പോലെയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായി വന്നതും വികസിച്ചു വന്നതും. ഇത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ മുതലാളിത്തം എൻലൈറ്റ്മെന്റിനെയും എൻലൈറ്റ്മെന്റ് മുതലാളിത്തത്തെയും പരസ്പരം ഉപയോഗിച്ച രീതികളെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, യൂറോപ്പിലെ എൻലൈറ്റ്മെന്റ്, ആ എൻലൈറ്റ്മെന്റ് അതിന്റെ അടിസ്ഥാനപരമായ ആശയമായി ഉയർത്തിപ്പിടിച്ചൊരു കാര്യം സ്വാതന്ത്ര്യമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ഇന്ന് പറയുന്ന അർത്ഥത്തിലുള്ള എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം, ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്തിനേയും പ്രശ്നവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവുകളില്ലാതെ എല്ലാവർക്കും ഒരുപോലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യമായിരുന്നു എൻലൈറ്റ്മെന്റിന്റെ കാതൽ. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും, ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഒരു വശത്ത് നടന്നപ്പോൾ തന്നെ ഈ എൻലൈറ്റ്മെന്റിന്റെ വക്താക്കളായിരുന്ന യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ കോളനിവാസികളുടെ നാടുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് കോളനികളിൽ ജീവിച്ച പച്ച മനുഷ്യരെ വളരെ വളരെ നീചമായ ചൂഷണങ്ങൾക്ക് വിധേയമാക്കുകയും അവരെ ഞെക്കിപ്പിഴിയുകയും അവരുടെ പ്രകൃതി വിഭവങ്ങൾ കൊള്ള ചെയ്യുകയും അവർക്ക് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമുള്ള അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്തത്. ഇത് വളരെ പ്രകടമായൊരു വൈരുദ്ധ്യമായിരുന്നു. ഒരു വശത്ത് യൂറോപ്പിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുക, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുക, ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുക, എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളുണ്ട് എന്ന് പ്രഘോഷിക്കുക. എന്നാൽ അതേ ആളുകൾ കോളനികളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മനുഷ്യരെ രണ്ടാം തരം പൗരന്മാരായി പരിഗണിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അവരെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തുക, അവരുടെ മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുക. വളരെ പ്രകടമായൊരു വൈരുദ്ധ്യമായിരുന്നു ഇത്. ഈ വൈരുദ്ധ്യത്തെ
അന്നത്തെ യൂറോപ്യൻ ബുദ്ധിജീവികൾ വിശദീകരിച്ചത് വളരെ വിചിത്രമായ രീതിയിലാണ്. അവർ പറഞ്ഞത്, ഞാൻ പറയുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കണം, അവർ പറഞ്ഞത് മനുഷ്യാവകാശങ്ങൾ അനുഭവിക്കാൻ കോളനിയിൽ ജീവിക്കുന്ന ആളുകൾ പാകപ്പെട്ടിട്ടില്ല എന്നാണ്. മനുഷ്യാവകാശങ്ങൾ പരിഷ്കൃത മനുഷ്യർക്ക് മാത്രമുള്ളതാണ്, സിവിലൈസ്ഡ് ആയ മനുഷ്യർക്ക് മാത്രമുള്ളതാണ്, സംസ്കാരമുള്ള മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. സംസ്കാരമുള്ള പരിഷ്കൃതരായ നാഗരികതയുള്ള പുരോഗമിച്ച മനുഷ്യർക്കാണ് അവകാശങ്ങൾ ഉള്ളത്. കോളനികളിലെ മൂന്നാം ലോക രാഷ്ട്രത്തിലെ ജനങ്ങൾ അവർ അപരിഷ്കൃതരാണ്, അവർക്ക് അവകാശങ്ങളില്ല, അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിക്കൂടാ, അവരെ മനുഷ്യരായി പരിഗണിക്കാൻ നമുക്ക് കഴിയില്ല, അവരെ അർദ്ധ മനുഷ്യർ മാത്രമാണ്. ആ അർദ്ധ മനുഷ്യരെ പൂർണ്ണ മനുഷ്യരാക്കുക എന്ന സാംസ്കാരിക ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. നാം കോളനികളിലേക്ക് കടന്നു ചെന്നിട്ടുള്ളത് കേവലം നമ്മുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് കോളനികളിലുള്ള മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ സംസ്കാര സമ്പന്നരാക്കാനാണ്, അവരെ പൂർണ്ണ മനുഷ്യരാക്കാനാണ്, അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാനാണ് എന്ന വിചിത്രമായ വാദഗതിയാണ് അന്നത്തെ യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ വക്താക്കളിൽ നിന്നുണ്ടായത്. ഇത് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ്. യൂറോപ്പിലെ മനുഷ്യരാണ് പൂർണ്ണ മനുഷ്യർ, അവരുടെ സംസ്കാരമാണ് സംസ്കാരം, അവരുടെ നാഗരികതയാണ് നാഗരികത. യൂറോപ്പിന് പുറത്തുള്ള, അമേരിക്കക്ക് പുറത്തുള്ള മനുഷ്യർ അപരിഷ്കൃതരാണ്, അവർ അർദ്ധ മനുഷ്യരാണ്, അവരുടെ സംസ്കാരമല്ല, അവർ മൃഗങ്ങൾക്ക് തുല്യരാണ്. അവർ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് കടന്നു വരണം. അവർ യൂറോപ്യൻ സംസ്കാരത്തിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മനുഷ്യരാകുമ്പോൾ മാത്രമേ അവർ അവകാശങ്ങൾക്ക് അർഹരാകുന്നുള്ളൂ. വെറുതെ ചരിത്രത്തിന്റെ ഏതോ സന്ദർഭത്തിൽ അബദ്ധത്തിൽ പറഞ്ഞു പോയൊരു കാര്യമല്ലത്. ചരിത്രത്തിലുടനീളം ഈ ഒരു വാദം യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ വക്താക്കൾ നിരന്തരമായി ഉന്നയിച്ചത് നമുക്ക് കാണാൻ കഴിയും. കറുത്ത വർഗക്കാരെ വ്യാപകമായി ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകെട്ടി കപ്പലുകളിൽ കയറ്റി യൂറോപ്പിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ച സമയത്ത് എൻലൈറ്റ്മെന്റിന്റെ വക്താക്കൾ ആവർത്തിച്ചത് ഇതേ ന്യായമായിരുന്നു. അവർ പറഞ്ഞത് കറുത്ത വർഗക്കാർ മനുഷ്യരല്ല എന്നാണ്, കറുത്ത വർഗക്കാർ അർദ്ധ മനുഷ്യർ മാത്രമാണ് എന്നതാണ്, അവരുടെ സംസ്കാരമല്ല എന്നാണ്. അവർ മനുഷ്യരാകാത്തിടത്തോളം കാലം അവരെ ചൂഷണം ചെയ്യാൻ, അവരുടെ അവകാശങ്ങൾ ഭേദിക്കുവാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ്. ഇതേ കാര്യം യഥാർത്ഥത്തിൽ യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ തന്നെ സന്തതിയായിരുന്ന ഹിറ്റ്ലർ വേറൊരു രീതിയിൽ ആവർത്തിച്ചു. ഹിറ്റ്ലർ പറഞ്ഞത് ജൂതന്മാർ പൂർണ്ണ മനുഷ്യരല്ല എന്നും അവരുടെ സംസ്കാരമല്ല എന്നുമാണ്. വെളുത്തവന്റെ, യൂറോപ്യന്റെ, അമേരിക്കക്കാരന്റെ, ക്രിസ്ത്യാനിയുടെ ലോകവീക്ഷണവും സംസ്കാരവുമാണ് സംസ്കാരം. ജൂതന്മാർ എന്ന് പറയുന്നത് അപരിഷ്കൃതരായ അർദ്ധ മനുഷ്യരാണ്, അവരെ ഈ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് എന്നായിരുന്നു ഹിറ്റ്ലറുടെ വാദം. ഈ വാദം ചരിത്രത്തിന്റെ ഓരോ സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു വന്ന സമയത്ത് മുഴുവൻ അതാത് കാലഘട്ടങ്ങളിൽ ഇവരെല്ലാം എങ്ങനെയാണ് ചിത്രീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾ പരിശോധിക്കണം. വലിയ പ്രബുദ്ധതയുടെയും ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും എല്ലാം വക്താക്കളായി പ്രത്യക്ഷപ്പെട്ട യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ വക്താക്കൾ അവർ കോളനിവാസികളെ എങ്ങനെയാണ് തങ്ങളുടെ രചനകളിൽ ചിത്രീകരിച്ചിരുന്നത്, അവർ ജൂതന്മാരെ എങ്ങനെയാണ് തങ്ങളുടെ രചനകളിൽ ചിത്രീകരിച്ചിരുന്നത്, അവർ കറുത്ത വർഗക്കാരെ എങ്ങനെയാണ് തങ്ങളുടെ രചനകളിൽ ചിത്രീകരിച്ചിരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നിന്ദ്യമായ വൃത്തികെട്ട രീതിയിൽ ഇവരെയെല്ലാം ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാത്ത രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് യൂറോപ്യൻ എൻലൈറ്റ്മെന്റിന്റെ വക്താക്കൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് യൂറോപ്പിന് ഇത്തരം ഒരു പ്രവണതയുണ്ട്, ഒരു അഹങ്കാരത്തിന്റെ പ്രവണത, ഒരു അപരവൽക്കരണത്തിന്റെ പ്രവണത. യൂറോ കേന്ദ്രീകൃതമായ തലച്ചോർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഇതിനെയാണ്. വെള്ളക്കാരന്റെ, യൂറോപ്യന്റെ, ക്രിസ്ത്യാനിയുടെ, അമേരിക്കക്കാരന്റെ സംസ്കാരമാണ് സംസ്കാരമെന്നും അവരാണ് മനുഷ്യർ എന്നും അവരുടെ സംസ്കാരമാണ് ലോകം മുഴുവൻ സ്വീകരിക്കേണ്ടത് എന്നും ഉള്ള ഗുരുതരമായ തെറ്റുധാരണകൾ വളരെ വിചിത്രമായ വംശീയമായ ഒരു അഹങ്കാരത്തിലേക്ക് യൂറോപ്യന്മാരെ എല്ലാ കാലത്തും നയിച്ചിട്ടുണ്ട്. എൻലൈറ്റ്മെന്റിന് ശേഷം ആ അഹങ്കാരം വളരെ വൃത്തികെട്ട രീതിയിൽ കോളനിവാസികൾക്കും ജൂതന്മാർക്കും കറുത്ത വർഗക്കാർക്കുമെല്ലാം എതിരെ പല രീതിയിൽ പുറത്തു ചാടിയിട്ടുമുണ്ട്. ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ വാദിക്കാൻ ശ്രമിക്കുന്നത്, ചരിത്രത്തിലെ ഈ അപരവൽക്കരണത്തിന്റെ തുടർച്ചയിലെ ഇപ്പോഴത്തെ കണ്ണി ഇസ്ലാമാണ് എന്നാണ്. ഒരു കാലത്ത് കോളനിവാസികളെ അപരമായി കരുതിയവർ, വേറൊരു കാലത്ത് ജൂതന്മാരെ അപരമായി കരുതിയവർ, മറ്റൊരു സമയത്ത് കറുത്ത വർഗക്കാരെ അപരമായി കരുതിയവർ ഇന്ന് തങ്ങളുടെ അപരമായി കാണുന്നത് ഇസ്ലാമിനെയും മുസ്ലിം ലോകത്തെയുമാണ്. ഇതെന്തുകൊണ്ട് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കണം. സമയത്തിന്റെ പരിമിതി എന്നെ അതിന് അനുവദിക്കുന്നില്ല. നന്നെ ചുരുങ്ങിയത് പാശ്ചാത്യ ലോകത്ത് ഏറെ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ 2 പുസ്തകങ്ങളെങ്കിലും വായിക്കുന്നത് നമ്മെ അതിന് സഹായിക്കും.
അതിലൊന്നാമത്തെ പുസ്തകം ഫ്രാൻസിസ് ഫുക്കയാമയുടെ ദി എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദി ലാസ്റ്റ് മാൻ എന്ന പേരിൽ വിഖ്യാതമായ പുസ്തകമാണ്. 1990കളുടെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ പുസ്തകം. ഈ പുസ്തകത്തിൽ ഫ്രാൻസിസ് ഫുക്കയാമ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ആഗോളവൽക്കരണം എന്ന പേരിൽ നമ്മുടെ എല്ലാം നാട്ടിലേക്ക് കടന്നു വന്ന സാംസ്കാരികാധിനിവേശം. ആഗോളവൽക്കരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സംസ്കാരം ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് കയറ്റിയേക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഈ പദ്ധതിയുടെ വിജയകരമായൊരു പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ ആഗോളവൽക്കരണം. ഷോപ്പിംഗ് മേളകളിലൂടെയും പിന്നീട് ഷോപ്പിംഗ് മാളുകളിലൂടെയും പല രീതിയിലുള്ള പരസ്യങ്ങളിലൂടെയും നമ്മുടെ എല്ലാം തലച്ചോറുകളെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച യൂറോ അമേരിക്കൻ കമ്പനികൾ, ആ യൂറോ അമേരിക്കൻ കമ്പനികൾ കേവലമായ ഉൽപ്പന്ന വിതരണമല്ല, മറിച്ച് സംസ്കാര വിതരണം കൂടിയാണ് നടത്തിയത് എന്ന് നമുക്കറിയാം. നമ്മുടെയെല്ലാം തൊലി വെളുപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെയെല്ലാം മനസ്സിനെ വെളുപ്പിക്കാനുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തിയത്. കറുത്ത തൊലിയുള്ള അമേരിക്കക്കാരാക്കാനുള്ള ശ്രമം, കറുത്ത തൊലിയുള്ള ഇംഗ്ലണ്ടുകാരാക്കാനുള്ള ശ്രമം, മുസ്ലിം നാമമുള്ള ക്രിസ്ത്യാനികളാക്കാനുള്ള ശ്രമം. ഞാൻ തീർച്ചയായും ഇത് പറയുന്നത് യേശുവിന്റെ അനുയായിയാക്കാനുള്ള ശ്രമം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ക്രിസ്തുമതം എന്നത് പിൽക്കാലത്ത് യൂറോപ്യൻ സംസ്കാരത്തിന്റെ മറ്റൊരു പേര് മാത്രമായി, മറ്റൊരു നാമം മാത്രമായി ചരിത്രത്തിൽ ചുരുങ്ങി വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഈ രീതിയിൽ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും സംസ്കരിച്ചെടുക്കാനുള്ള പരിഷ്കരിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങളാണ് ആഗോളവൽക്കരണം വഴി അമേരിക്കൻ സാമ്രാജ്യത്വം പ്രത്യേകിച്ചും നടത്തിയത്. ഫ്രാൻസിസ് ഫുക്കയാമ അദ്ദേഹത്തിന്റെ ദി എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ കൃത്യമായി പറയാൻ ശ്രമിച്ചത് അമേരിക്കയുടെ പരിശ്രമങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അമേരിക്കയുടെ പരിശ്രമങ്ങൾ വിജയിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ അമേരിക്കൻ സംസ്കാരം വ്യാപിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ ഗതി അവസാനിച്ചിരിക്കുന്നു. ഇനിയൊരിക്കലും അമേരിക്കക്ക് ലിബറൽ ജനാധിപത്യത്തിന്, മുതലാളിത്തത്തിന്, അമേരിക്കയുടെ ലോകവീക്ഷണത്തിന്, അമേരിക്കയുടെ സംസ്കാരത്തിന് ഒരു വിധത്തിലുള്ള വെല്ലുവിളിയും ലോകത്തിലെ ഒരു നാട്ടിൽ നിന്നും ഉയർന്നു വരാൻ പോകുന്നില്ല. ഈ ഫ്രാൻസിസ് ഫുക്കയാമയുടെ ഈ പുസ്തകം പുറത്തിറങ്ങി ഏതാനും വർഷങ്ങൾക്കുള്ളിലാണ് പിന്നീട് ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട സാമുവൽ പി ഹണ്ടിങ്ടന്റെ ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം പുറത്തു വരുന്നത്. ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകത്തിൽ സാമുവൽ പി ഹണ്ടിങ്ടൺ ഫ്രാൻസിസ് ഫുക്കയാമയോട് വിയോജിച്ചു. സാമുവൽ പി ഹണ്ടിങ്ടൺ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയാൻ ശ്രമിച്ചു, ഇല്ല, ഫുക്കയാമ പറഞ്ഞത് ഒരു അർദ്ധസത്യം മാത്രമാണ്. അമേരിക്കയുടെ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിച്ചിട്ടില്ല. അമേരിക്കയുടെ സംസ്കാരം ലോകം മുഴുവൻ വ്യാപിക്കും എന്ന നമ്മുടെ സ്വപ്നത്തിന് തടസ്സമായി ഒരു ജനവിഭാഗം ഇപ്പോഴും ലോകത്ത് അവശേഷിക്കുന്നുണ്ട്. ആ ജനവിഭാഗം മുസ്ലിങ്ങളാണ്. അവർ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അവർ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നു, അവർ നമ്മുടെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു, അവർ നമ്മുടെ ടെലിവിഷൻ ഉപയോഗിക്കുന്നു, അവർ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുഴുവൻ ഉപയോഗിക്കുന്നു. ആധുനികത എന്ന പേരിൽ നമ്മൾ അവർക്ക് കൊടുത്ത ഉൽപ്പന്നങ്ങളും സുഖ സൗകര്യങ്ങളും അവർ ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മുടെ സംസ്കാരം സ്വീകരിക്കാൻ അവർ സന്നദ്ധമായിട്ടില്ല. നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുമ്പോഴും അവർ തലമറക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുമ്പോഴും അവർ നമസ്കരിക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുമ്പോഴും അവർ കള്ളു കുടിക്കാൻ വിസമ്മതിക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുമ്പോഴും അവർ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുമ്പോഴും അവർ ചൂതാട്ടത്തോടെ എതിര് പ്രകടിപ്പിക്കുന്നു. ഇവിടെ നമ്മുടെ പദ്ധതികളെ പരാജയപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ഉൽപ്പന്നങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ സംസ്കാരത്തെ തിരസ്കരിച്ചുകൊണ്ട് വളരെ സജീവമായൊരു ജനസമൂഹം ലോകത്ത് നിലനിൽക്കുന്നു എന്നാണ് സാമുവൽ പി ഹണ്ടിങ്ടൺ അദ്ദേഹത്തിന്റെ ദി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകത്തിൽ പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ ഹണ്ടിങ്ടൺ മുന്നോട്ട് വെച്ച വാദങ്ങൾ, ഹണ്ടിങ്ടൺ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഈ ഒരു സാംസ്കാരിക സംഘടനത്തിൻ്റെതായ ചിത്രം പിന്നീട് യൂറോപ്യൻ ബുദ്ധിജീവികളെ വളരെ കൃത്യമായി സ്വാധീനിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂറോപ്പിലെയും അമേരിക്കയിലെയും ബുദ്ധിരാക്ഷസന്മാർ അതോടുകൂടി ചില വസ്തുതകൾ തിരിച്ചറിയുകയായിരുന്നു. ലോകത്തെ മുസ്ലിങ്ങളെ തങ്ങളുടെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനിയും വേറെ പലതും നമ്മളെല്ലാവരും ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യാൻ ഏതെല്ലാം രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. ഇത്തരം ആലോചനകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ഭീകരവാദമാണ് എന്ന പ്രചാരണം ലോകത്ത് ആരംഭിക്കുന്നത്. ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന പ്രചാരണം ലോകത്ത് ആരംഭിച്ചിട്ട് ഒരുപാട് കാലമായി എന്ന് നമുക്കറിയാം. അത് തുടങ്ങിയിട്ട് ഒരു 2 പതിറ്റാണ്ടെങ്കിലും പിന്നിട്ടൊരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാം ഭീകരതയാണ് എന്ന പ്രചരണം ലോകത്ത് കൊടുമ്പിരി കൊണ്ടു. നമുക്കൊന്നും പുതുമയുള്ളൊരു വിഷയമല്ല ഇത്. ഇസ്ലാം ഭീകരവാദമാണ് എന്ന പ്രചരണം നമ്മളെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ
നിർഭാഗ്യവശാൽ നമ്മളാരും അത്ര തന്നെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പുതിയ ചില അനുരണനങ്ങൾ പൊതുസമൂഹത്തിൽ ഈ പ്രചരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. ഒരുപക്ഷെ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്, വളരെ വലിയ വേദനയോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഈ കഴിഞ്ഞലക്കം ഓഗസ്റ്റ് മാസം പുറത്തിറങ്ങിയ ഭാഷാപോഷിണി, ഈ ഭാഷാപോഷിണിയിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാകൃത്ത് TN പ്രകാശ് എഴുതിയ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് പുതിയ കേരളം എന്നാണ്. ഈ പുതിയ കേരളം എന്ന പേരിൽ എഴുതപ്പെട്ട കഥയിൽ TN പ്രകാശ് പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് വസ്തുതകൾ എന്ന് അദ്ദേഹം വിചാരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. TN പ്രകാശ് അദ്ദേഹത്തിന്റെ കഥയിൽ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ടു തരം പ്രക്രിയകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ പ്രക്രിയ മതവൽക്കരണമാണ്, രണ്ടാമത്തെ പ്രക്രിയ ഭീകരവൽക്കരണമാണ്. ഒന്നാമത്തെ പ്രക്രിയ മതവൽക്കരണമാണ്, രണ്ടാമത്തെ പ്രക്രിയ ഭീകരവൽക്കരണമാണ്. ഈ രണ്ട് പ്രക്രിയകളും പരസ്പരം കൊണ്ടും കൊടുത്തുമാണ് വളരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. TN പ്രകാശ് അദ്ദേഹത്തിന്റെ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ നബിചര്യയിലേക്ക് കൂടുതലായി അടുക്കുന്നു, അവർ പർദ്ദ കൂടുതലായി ധരിക്കുന്നു, അവർ താടി കൂടുതലായി വളർത്തുന്നു, അവർ നബിചര്യയുടെ അടയാളങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൂടുതലായി വരുന്നു. സ്വാഭാവികമായും അവർ പ്രാകൃതത്വത്തിലേക്ക് മടങ്ങുന്നു, അവർ മതമൗലികവാദത്തിലേക്ക് മടങ്ങുന്നു, മതേതര മൂല്യങ്ങൾ അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു, അവർ ഭീകരവാദികളാകുന്നു, അവർ അമുസ്ലിങ്ങളെ വെറുക്കുന്നു, അമുസ്ലിങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു, അമുസ്ലിങ്ങൾ ഉള്ളയിടത്ത് നിന്ന് ഓടിയൊളിക്കുന്നു. TN പ്രകാശ് ഈ കഥ പറയുന്നത് അദ്ദേഹം ഒരു ഫസ്റ്റ് പേഴ്സണിലാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് സമ്മാനിച്ച അനുഭവങ്ങൾ എന്ന നിലക്കാണ്. അദ്ദേഹത്തിന്റെ മതേതരനായി ജീവിച്ചിരുന്ന, മദ്യപിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ കൂടെ ഷീട്ട് കളിക്കാനുണ്ടായിരുന്ന, സിനിമക്ക് പോയിരുന്ന ഒരു സുഹൃത്ത് പൊടുന്നനെ നബിചര്യയിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക്, മതത്തിലേക്ക് മടങ്ങിയതിന്റെ ഫലമായി അദ്ദേഹം അസഹിഷ്ണുവായി, ഭീകരവാദിയായി, മതമൗലികവാദിയായി, അമുസ്ലിങ്ങളെ കണ്ടുകൂടാത്തവനായി, ചങ്ങാത്തം കൂടാൻ പറ്റാത്തവനായി മാറിയതായാണ് TN പ്രകാശ് അദ്ദേഹത്തിന്റെ കഥയിൽ നിരീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവ മണ്ഡലത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു ദിശയെക്കുറിച്ച്, പുതിയൊരു ചിന്താവ്യതിയാനത്തെക്കുറിച്ച്, കേരളീയ പൊതുസമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ പുതിയൊരു ഘട്ടത്തെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായ ചില സൂചനകൾ ലഭിക്കാനാണ്. നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമ, ഈ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമയുടെ പരീക്ഷണ പ്രദർശനം ലോസ് ആഞ്ചൽസിലെ ഒരു തിയേറ്ററിൽ നടന്ന സമയത്ത്, ആ തിയേറ്ററിൽ നടക്കാൻ വേണ്ടി നടത്തിയ ഈ പരീക്ഷണത്തിന്റെ പരസ്യമായി അന്ന് ലോസ് ആഞ്ചൽസിന്റെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ട സിനിമാ പോസ്റ്റർ, ഈ സിനിമാ പോസ്റ്ററിലെ വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമായിരുന്നു. ആ സിനിമാ പോസ്റ്ററിലെ വാചകങ്ങൾ വായിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ആരാണ് യഥാർത്ഥ ഭീകരവാദി എന്നതിന് സാക്ഷിയാകാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, യഥാർത്ഥ ഭീകരവാദിക്ക് സാക്ഷിയാകാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്നാണ് സിനിമയുടെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ എഴുതപ്പെട്ട വാചകം. ഈ അഭിസംബോധന നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇവിടെ മുസ്ലിങ്ങളോടല്ല യഥാർത്ഥത്തിൽ ഈ സിനിമയുണ്ടാക്കിയവരുടെ വിരോധം, മുസ്ലിങ്ങളോടാണ്. പക്ഷേ നേർക്കുനേരെ മുസ്ലിങ്ങളോടല്ല വിരോധം എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി ശ്രമമുണ്ടാകുന്നു. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരനാണ്, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ. ആ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരനെ സ്നേഹപൂർവ്വമാണ് സിനിമ കാണാൻ ശ്രമിക്കുന്നത്, സിനിമ കാണാൻ വേണ്ടി സിനിമയുടെ നിർമ്മാതാക്കൾ ക്ഷണിക്കുന്നത്. അയാളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് അയാൾക്ക് അറിയാത്ത ചില വസ്തുതകൾ അയാളെ ബോധ്യപ്പെടുത്താനാണ്. എന്താണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം? എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ തീർച്ചയായും നല്ലവരാണ്, അവർ പ്രകൃതിപരമായി നല്ലവരാണ്, നല്ല മനുഷ്യരാണ്, അവർക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ട്, ദയയുണ്ട്, കാരുണ്യമുണ്ട്. പക്ഷേ അവരെ ഭീകരവാദികളാക്കുന്നത് പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഒരു ഭീകരവാദിയാണ് എന്ന് അവർക്കറിയില്ല. ഈ സിനിമ അവരെ അത് പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പ്രവാചകനിൽ നിന്നകലും, നബിചര്യയെ തിരസ്കരിക്കും, അവർ മതേതരന്മാരായി മാറും, അവർ പാശ്ചാത്യ സംസ്കാരം സ്വീകരിക്കും. കാരണം പ്രവാചക ചര്യയാണല്ലോ പാശ്ചാത്യ സംസ്കാരം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു യുക്തി. ഈ സിനിമയുടെ ഇതിനേക്കാൾ വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. 2006 റോബർട്ട് സ്പെൻസറുടെ ദി ട്രൂത്ത് അബൌട്ട് മുഹമ്മദ്, ദി ഫൗണ്ടർ ഓഫ് ദി മോസ്റ്റ് ഇൻടോളറന്റ് റിലീജിയൻ ഇൻ ദി വേൾഡ് എന്ന പേരിൽ പുസ്തകം പുറത്തിറങ്ങുന്നത്. റോബർട്ട് സ്പെൻസറുടെ പുസ്തകം മുഹമ്മദിനെ സംബന്ധിച്ച സത്യം,
ലോകത്തിലെ ഏറ്റവും അധികം അസഹിഷ്ണുതയുള്ള മതത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബിയെ സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ ഈ പുസ്തകത്തിൽ ഇതാ അനാവരണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റോബർട്ട് സ്പെൻസറുടെ ദി ട്രൂത്ത് അബൌട്ട് മുഹമ്മദ് എന്ന പുസ്തകം പുറത്തിറങ്ങുന്നത്. ഈ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറാണ്. ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലറായി തിരഞ്ഞെടുത്ത 2006 അമേരിക്കയിൽ ചൂടപ്പം പോലെ വിറ്റുപോയ പുസ്തകം. ഈ പുസ്തകത്തിൽ ഇദ്ദേഹം റോബർട്ട് സ്പെൻസർ പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. റോബർട്ട് സ്പെൻസർ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വാദഗതിയായി ലോകത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ട അമേരിക്കക്കാരെ, പ്രിയപ്പെട്ട അമേരിക്കൻ ഭരണകർത്താക്കളെ, പ്രിയപ്പെട്ട ലിബറൽ ബുദ്ധിജീവികളെ, പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു തെറ്റുധാരണയുണ്ട്. ഇസ്ലാമും ഭീകരവാദവും രണ്ടാണ് എന്ന തെറ്റുധാരണ. നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം ഇസ്ലാം വിശുദ്ധമാണ് എന്നും മുസ്ലിം ഭീകരവാദികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ വളച്ചൊടിക്കുകയുമാണ് എന്നാണ്. എന്നാൽ വസ്തുത അതല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നെയാണ് ഭീകരവാദം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ബിൻ ലാദന്റെ ആശയ സ്രോതസ്. മുഹമ്മദ് നബിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ലോകത്തെ മുസ്ലിം ഭീകരവാദികളെല്ലാം ഭീകരവാദം പഠിക്കുന്നത്. ചരിത്രം ഇത്രത്തോളം വികൃതമായി ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു പുസ്തകം അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടാകുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഭീകരവാദം വളരെ ആധുനികമായ ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കഴിഞ്ഞ 1400 വർഷങ്ങളായി ഇവിടെ ഉണ്ടായിട്ട് ലോകത്ത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഭീകരവാദികൾ ഉണ്ടായത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് എന്ന് നമുക്കറിയാം. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളെല്ലാം അറിഞ്ഞതാണ്. ഖുർആനിൽ നിന്നല്ല അവർ ഭീകരവാദം പഠിച്ചത്, ഹദീസുകളിൽ നിന്നല്ല അവർ ഭീകരവാദം പഠിച്ചത്, മറിച്ച് അവർ ഭീകരവാദം പഠിച്ചത് തങ്ങളുടെ നാടുകളിലേക്ക് കടന്നു വന്ന സാമ്രാജ്യത്വ അധിനിവേശങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് മുമ്പിൽ ഭൗതികവാദികളായ ചില ബുദ്ധിജീവികൾ അവതരിപ്പിച്ച ചിന്താ പദ്ധതികളിലേക്ക് അവർ ആകൃഷ്ടരായതുകൊണ്ടാണ് അവർ ഭീകരവാദികളായി തീർന്നത് എന്ന് നമുക്കറിയാം.